നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസൺ അവസാനത്തോടുകൂടി താൻ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണെന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞയാളാണ് കെവിൻ ഡി ബ്രൂയിനെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു താൻ പ്രതീക്ഷിച്ചിരുന്നു, സിറ്റിയിൽ ഒരു കോൺട്രാക്റ്റ് പുതുക്കൽ പ്രതീക്ഷിച്ചിരുന്നു, അത് സംഭവിച്ചില്ല, താൻ ഷോക്കഡായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പലരും നിരീക്ഷിക്കുന്നത് അദ്ദേഹത്തെ ഫോഴ്സ്ഫുള്ളി സിറ്റി പുറത്തേക്ക് വിടുകയാണ് എന്നാണ്. ഏതായാലും ഡി ബ്രൂയിനയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു കോൺട്രാക്റ്റ് ഓഫർ. ഐ വാസ് ബിറ്റ് ഷോക്ക്ഡ്. ഒരു തരത്തിലുള്ള ഓഫറും ഈ വർഷം മുഴുവനായിട്ട് എനിക്ക് ലഭിച്ചില്ല. ഞാനതിൽ സർപ്രൈസ്ഡ് ആയിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, ഇനിയും എനിക്കൊരുപാട് കളിയിൽ ഓഫർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ 25 വയസ്സിലൊന്നുമല്ല എന്നെനിക്കറിയാം. ബട്ട് സ്റ്റിൽ എനിക്കെൻ്റെ ജോബ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. എനിക്ക് മികച്ച ലെവലിൽ ഇപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റും എന്നും ഞാൻ കരുതുന്നു. പക്ഷേ ചിലപ്പോൾ ക്ലബ്ബുകൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കും, നമ്മളത് സ്വീകരിച്ച് പറ്റൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇനിയും എങ്ങോട്ടേക്ക് വേണമെങ്കിലും അദ്ദേഹം പോയേക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ MLS എത്തിയേക്കാം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഡി ബ്രൂയിനെ പറയുന്നത് ഐ ആം ഓപ്പൺ ടു എനിത്തിങ്. പക്ഷേ എന്താണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് പരിഗണിക്കേണ്ടതുണ്ട്. സ്പോർട്ടിങ്ങും ഫാമിലി റീസണും രണ്ടും നമ്മൾ ഒരുപോലെ നോക്കേണ്ടതുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷമാണ്, എൻ്റെ ഫാമിലിയുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇനി എങ്ങോട്ടേക്ക് എന്നുള്ളത് തീരുമാനമെടുക്കൂ എന്ന് കൂടി KDB പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.